ഞാനിപ്പോൾ ഉള്ളത് കർണാടകത്തിലെ വിജയപുര സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണ്, അഥവാ ബിജാപൂർ എന്ന് പറയും. അപ്പോൾ ബിജാപൂരിൽ നിന്ന് നമ്മൾ മംഗലാപുരം പോവാണ്. ബിജാപൂർ മംഗലാപുരം സ്പെഷ്യൽ ട്രെയിനിന് നമ്മുടെ സകലേഷ്പൂർ സുബ്രഹ്മണ്യ ഘാട്ട് സെക്ഷൻ വഴി പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനാണിത്. അപ്പം ഇത് കുറേ നാളായിട്ട് സ്പെഷ്യലായിട്ട് ഓടുകയാണ്, കുറേ വർഷങ്ങളായിട്ട് ഓടുന്ന ഒരു വണ്ടിയാണിത്. നമ്മുടെ കോയമ്പത്തൂർ ജബൽപൂരിൽ അതേപോലത്തെ ഒരു സ്പെഷ്യൽ ട്രെയിനാണിത്. അപ്പോൾ ഇതാണ് ബിജാപൂർ സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടം കേട്ടോ. പഴയ കെട്ടിടം വേണ്ട, ഓട്ടോ വേണ്ട, വേണ്ട വേണ്ട ഓട്ടോ വേണ്ട, ഓട്ടോ വേണം. അത് വിജയപുര സ്റ്റേഷൻ്റെ പഴയ കെട്ടിടം കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വന്ന് കിടപ്പുണ്ട്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലാറ്റ്ഫോമിൽ വന്ന് കയറുമ്പോൾ തന്നെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന വണ്ടിയാണ് നമ്മുടെ മംഗലാപുരം പോകുന്ന സ്പെഷ്യൽ ട്രെയിൻ കേട്ടോ. അപ്പോൾ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇത് രാവിലെ ഹൂബ്ലിയിൽ നിന്ന് വിജയപുരയ്ക്ക് വന്ന പാസഞ്ചറാണേ. അപ്പോൾ ആ പാസഞ്ചർ റേക്ക് വെച്ചാണ് ഇവർ മംഗലാപുരം പോകുന്ന സ്പെഷ്യലായിട്ട് ഓടിക്കുന്നത്. എന്നിട്ട് നേരെ തിരിച്ച് ഇതുപോലെ ഇത് മംഗലാപുരത്തിന് വിജയപുരം വരും, വിജയപുരയിൽ നിന്ന് ഹൂബ്ലിക്ക് പാസഞ്ചറായിട്ട് പോകും. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് S1 ആണ് കേട്ടോ. S1 രണ്ട് സൈഡ് ലോവറാണ് 15. അപ്പോൾ കോച്ചൊക്കെ തുറന്ന് നടക്കാൻ തോന്നുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കോച്ച്. ഈ വണ്ടിയിൽ സ്ലീപ്പറിൽ മാത്രമേ ആൾക്കാരുള്ളൂ. AC ഒക്കെ പകുതി മുക്കാലോളം, ഏകദേശം 90% കാലിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ചൊക്കെ ഷോക്കാണ് കേട്ടോ. എൻ്റെ ഡോറൊക്കെ കണ്ടില്ല, എൻ്റെ ദൈവമേ തുരുമ്പിച്ച് ഒരു പരുവായിരിക്കുന്ന കോച്ചാന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബെർത്ത് കണ്ടോ, 15 സൈഡിൽ ഓവർ. അതാ എമർജൻസി സീറ്റൊക്കെ ആണല്ലോ. ഹൂബ്ലി കോച്ചിൻ്റെ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വണ്ടിയാണ്. ഇതിപ്പോൾ പാസഞ്ചറായിട്ട് ഓടി വന്നതുകൊണ്ട് അവിടെ ഇടാൻ കച്ചറ കിടപ്പുണ്ട്. ഇതൊക്കെ വൃത്തിയാക്കുമെന്ന് തന്നെ അറിയത്തില്ല. ഓരോരുത്തരൊക്കെ ചെരുപ്പ് കിടക്കുന്നുണ്ടോ, ശോകമാണ്. ഇപ്പുറത്തൊരു വണ്ടി കിടപ്പുണ്ടേ. ഇത് വണ്ടി എന്ന് പറയാം, ഇത് ഒരു സ്പെഷ്യൽ ട്രെയിനാണ്, കുറേ വർഷങ്ങളായിട്ട് ഓടുന്നത്. ഇത് വിജയപുരയിൽ നിന്ന് യശ്വന്ത്പൂർ വന്നൊരു സ്പെഷ്യൽ ട്രെയിനാണ് കേട്ടോ. അത് ഇവിടെ നടപ്പും. അതെനിക്കൊന്ന് ഇവിടെ നിന്ന് 1:50 എടുക്കുമെന്ന് തോന്നുന്നു യശ്വന്ത്പൂരിലേക്ക്. ഇതിൽ വേറെ റൈറ്റ് ഷെയറിങ് കൂടെ ഉണ്ട്. ഇത് ഹൂബ്ലിന്ന് വിജയവാഡയ്ക്ക് ഈ വണ്ടി പോകും കേട്ടോ. എൻ്റെ ഹൂബ്ലി വിജയവാഡ ഹൂബ്ലി വിജയപുര ഹൂബ്ലി വിജയപുര മംഗലാപുരം, അങ്ങനെയാണ് ഈ വണ്ടി പോകുന്നത്. കുറേ വണ്ടിയായിട്ട് ഓടുന്ന ഒരു റേക്ക് ഇത്. ഇതിൻ്റെ ബാത്റൂം ഞാൻ ഒന്ന് കാണിച്ചു തരാം. കോപ്പ് ഇത് കണ്ടോ, എന്തുവാ ഇത്, മൊത്തം ചെളി. എൻ്റെ ദൈവമേ, എങ്ങനെ ബാത്റൂമിൽ പോകുന്നു? ഇനി അപ്പുറത്തെ AC കോച്ചുണ്ട്, അവിടെ പോയി പോകേണ്ടി വരും. എന്തവസ്ഥയാന്ന് നോക്കല്ലേ. എൻ്റെ കോച്ചൊക്കെ വൻ ശോകമാണ്. ഈ S4 ഒക്കെ പിന്നെയും കൊള്ളാം, നല്ല അടിപൊളിയായിട്ട് ഈയിടെ എങ്ങാണ്ട് അതിൻ്റെ ഓവർഹോൾ കഴിഞ്ഞതുള്ളതെന്ന് തോന്നുന്നു. ഇതുവെല്ലാം കിട്ടിയായിരുന്നു പിന്നെയും കൊള്ളാമല്ലോ. എൻ്റെ കോച്ചൊക്കെ വൻ ശോകം. പുറത്തൂടാണേലും അകത്തൂടാണേലും ആ ബാത്റൂമൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യുന്ന നോക്കാം. ഇനി വണ്ടി വിട്ടിട്ട് വൃത്തിയാക്കുമോ എന്തോ. അപ്പോൾ ഈ കിടക്കുന്ന ലോക്കോ ആണ് നമ്മുടെ മംഗലാപുരം സ്പെഷ്യൽ ലോക്കോ. ഹുബ്ബള്ളി ഷെഡിൻ്റെ ഒരു WDP 4D ആണ്. ഈ ലോക്കോ ആണ് അങ്ങ് മംഗലാപുരം വരെ എത്തിക്കുന്നത്. ഇനി രാത്രി ഹൂബ്ലി എത്തുമ്പോൾ ഈ ലോക്കോ മാറുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് തന്നെയായിരിക്കും 40-522. അപ്പുറത്ത് കിടക്കുന്ന യശ്വന്ത്പൂർ സ്പെഷ്യലിൻ്റെ ലോക്കോ ആണ് ഒരു WDG4 കണ്ടോ, രണ്ടും ഡീസലാണ്. ഈ റൂട്ടിലോടുന്ന എല്ലാ പാസഞ്ചർ വണ്ടികളും ഡീസലാണ്. ഈ വണ്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ WDP 4B ലോക്കോ ഒക്കെ വരാറുണ്ട്, പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ WDP 4D ആണ്. ഏതാണല്ലോ എന്താ അടിപൊളിയായിട്ട് നല്ല അടിച്ച് പിന്നിച്ച് പോകുന്ന ലോക്കോ ആണ് കേട്ടോ. AB ഫിറ്റഡ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ പോകുന്നത് ഘാട്ട് സെക്ഷൻ അല്ലേ. അപ്പോൾ ഈ AB എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഘാട്ട് സെക്ഷനിലൊക്കെ കോൺസ്റ്റന്റ് സ്പീഡിൽ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ AB എന്ന് പറയുന്നത്. അത് ഈ ഘാട്ട് സെക്ഷനിൽ കൂടെ പോകുന്ന എല്ലാ ലോക്കോസിനും ഉണ്ടാവും ഈ AB കേട്ടോ. ഇതുണ്ട്, ഇത് സോലാപൂർ ഹോസ്പേറ്റ് എക്സ്പ്രസ് എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇത് ഡെമോ ട്രെയിനാണ് കേട്ടോ. ഫുള്ള് ഇത് പൂനെയുടെ കയ്യിലുള്ളൊരു ഡെമോ ആണ് കേട്ടോ. പൂനെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പൂനെ വലിയ ദൂരമൊന്നുമില്ലല്ലോ. ഇവിടെ നിന്ന് സോലാപൂർ ഒരു 2-3 മണിക്കൂർ, അവിടെ നിന്ന് വീണ്ടും ഒരു 3-4 മണിക്കൂർ പോയ പൂനെയായി. എന്തൊക്കെയാണോ എന്തോ. ഡെമോൻ്റെ റേക്ക് കിട്ടാൻ എക്സ്പ്രസ് ഓടിക്കുന്നത്. ഒരു ചേച്ചി വന്ന് ഇപ്പോൾ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. വണ്ടി വിടുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ സ്റ്റേഷനിലെ സ്റ്റാഫ് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അവർ വന്ന് ഇപ്പം ക്ലീൻ ചെയ്യുന്നുണ്ട്. വണ്ടിയിലൊക്കെ ആൾക്കാർ ഏകദേശം കയറി തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സ്ലീപ്പർ ഫുള്ളാണ്, AC ആണ് കാലിയായിട്ടുള്ളത് കേട്ടോ. സ്ലീപ്പർ ഫുള്ളാണ് ഈ വണ്ടിയുടെ. എല്ലാവരും കുറച്ച് പേരൊക്കെ സകലേഷ്പൂർ ഇറങ്ങും, സുബ്രഹ്മണ്യം ഇറങ്ങും. പിന്നെ ഇവിടെ നിന്ന് മംഗലാപുരം പോകുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ് തോന്നുന്നു കയറുന്നത്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ ഹാസൻ ഇറങ്ങും, പിന്നെ കുറച്ച് പേര് രാത്രി കയറും. അങ്ങനെ പല സ്ഥലത്തുനിന്ന് സ്പ്ലിറ്റായിട്ടൊക്കെ ആൾക്കാർ കയറുന്നത്. ഈ വണ്ടിക്ക് 2 സ്റ്റേഷനിൽ ലോക്കോ റിവേഴ്സറുണ്ട്. ഘടക് ജംഗ്ഷനിലും ഹൂബ്ലിയിൽ 2 ലോക്കോ റിവേഴ്സറുണ്ട് ഈ വണ്ടിക്ക്. കൃത്യം 3 മണിക്ക് തന്നെ നമ്മുടെ മംഗലാപുരം സ്പെഷ്യൽ ഇവിടെ നിന്ന് പുറപ്പെട്ടെ. ഇത് സ്പെഷ്യൽ ട്രെയിൻ ആണെങ്കിൽ ഇതെങ്ങനെ ലേറ്റ് ആവാറൊന്നുമില്ല കേട്ടോ. കാരണം ഈ പോകുന്ന റൂട്ട് അത്ര വലിയ ട്രാഫിക് ഉള്ള റൂട്ടൊന്നും അല്ലല്ലോ.
ഇത് കണ്ടോ, സ്റ്റേഷനിൽ വിടുമ്പോൾ തന്നെ ഇവിടെ എന്തോ പഴയ കോട്ടയുടെ എന്തോ അവശിഷ്ടമൊക്കെ കണ്ടോ. ഷോ എനിക്ക് എന്തോ കോട്ടവാതിലോ എന്തോ അങ്ങനത്തെ സംഭവമാണെന്ന് തോന്നുന്നു കണ്ടോ. ഈ വണ്ടിയുടെ റൂട്ട് നമ്മൾ ഇന്നലെ ഗോൽഗുംബസ് വന്ന റൂട്ടാണ്. അതായത് ഇവിടെ നിന്ന് നേരെ ബാഗൽകോട്ട്, പിന്നെ അവിടെ നിന്ന് ബദാമി വഴി ഇത് ഘടക് ചെല്ലും, പിന്നെ അവിടെ നിന്ന് കുപ്പള്ളി, പിന്നെ അവിടെ നിന്ന് മറ്റേ ഹരിഹർ, തവൻകേരെ, ഹർസികേരെ വഴിയാണിത് ഹാസൻ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ സകലേശ്പൂർ സുബ്രഹ്മണ്യ വഴി. ഇതൊരു ചെറിയ വണ്ടിയാണ്, 16 കോച്ച് മാത്രമുള്ളൊരു ചെറിയ വണ്ടിയാണ്. കാരണം കൺസ്ട്രക്ഷനൊക്കെ അല്ലേ. അപ്പോൾ ഇതിന് ഈ വണ്ടിക്ക് ആകെ 16 കോച്ചേ ഉള്ളൂ. 4 ജനറല്, 1 2 ടയർ, 3 3 ടയർ, പിന്നെ 6 സ്ലീപ്പർ. ഇത്രയാണ് ഇതിനുള്ള. ഇതൊക്കെ വിൻഡ് മില്ലുള്ള സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം കാറ്റുള്ള സ്ഥലമായിട്ട് വിൻഡ് മിൽസ് ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അങ്ങ് ദൂരെ കണ്ടില്ലേ, കുറേ ഉണ്ട്. പക്ഷെ ഒന്നും കറങ്ങുന്നൊന്നുമില്ല മര്യാദയ്ക്ക്. നമ്മൾ രാവിലെ ഗോൽഗുംബസിന് വന്നപ്പോൾ കണ്ട സ്റ്റേഷനില്ല, അതാണ് കേട്ടോ ബസവന ബഗേവാടി റോഡ്. ഇതാണ് നമ്മുടെ മംഗളൂരു സ്പെഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ്. വണ്ടാലിൻ്റെ അന്നൊരു സ്റ്റേഷൻ എത്തി. അപ്പോൾ ഇവിടെ നടുക്ക് എന്തോ ഒരു ലോക്ക് കിടക്കുന്നതാണ് അങ്ങ് ദൂരെ. ഒരു WDG4 ആണെന്ന് തോന്നുന്നു. ഇനി അത് കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ ലൂപ്പ് വഴി സ്കിപ്പ് ചെയ്ത് പോവുകയാണേ. നമ്മളിവിടെ പിടിച്ചിട്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് സിംഗിൾ ലൈനും ഇടയ്ക്കിടയ്ക്ക് ഡബിൾ ലൈനും ഉണ്ട് ഈ റൂട്ടിലെ. പക്ഷെ വണ്ടിയൊന്നും വരാനൊന്നും ഞാൻ കണ്ടില്ല, അറിയില്ല. ഈ മൊത്തത്തിൽ ഡബിളിങ് വർക്ക് നടക്കുന്ന റൂട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഡബിൾ ലൈനാണ്, ഇടയ്ക്കിടയ്ക്ക് സിംഗിൾ ലൈനാണ്, കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് സ്പീഡും ട്രെയിനിന് ഭയങ്കര കുറവാണ്. നമ്മുടെ കോച്ച് AC-യുടെ തൊട്ടടുത്തുള്ള കോച്ചാട്ടോ. അപ്പോൾ രാവിലെ മിക്കവാറും ബാത്റൂമിൽ പോകണമെങ്കിൽ ഇവിടെ വല്ല പോയിട്ട് വരും. ഭയങ്കര ശോകം ബാത്റൂമാണ് കേട്ടോ. ഇത് പിന്നെ കുഴപ്പമില്ല AC-യുടെ. ഒരു ഗുഡ്സ് വരുന്നത് നമ്മൾ രാവിലെ ഗോൽഗുംബസ് വരാനകത്ത് ഈ സാധനം കണ്ടാണേ. അപ്പോൾ ഇത് വരാൻ വേണ്ടി എങ്ങാണ്ട് ഇവിടെ പിടിച്ചിട്ടാട്ടോ നമ്മളെ. എനിക്ക് WDP4 ഒക്കെയാണ് ഗുഡ്സിനെ വലിക്കുന്നത്. എന്താല്ലേ ഇത് പഴയ ലോക്കോ കേട്ടോ, 2006 ഈ ലോക്കോയുടെ നമ്പറ്. എനിക്കൊന്ന് പഴയതായതുകൊണ്ട് ഇവര് ഈ ഗുഡ്സ് ഡ്യൂട്ടിക്കൊക്കെ ഇട്ടേക്കുവാന്ന് തോന്നുന്നു ഈ ലോക്കോക്കെ ഇപ്പോൾ. ഇവിടെ നിന്ന് ഇനി കുറച്ച് ഭാഗം സിംഗിൾ ലൈനാണ്, വെറുതെ അല്ല നമ്മളെ പിടിച്ചിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഈ റൂട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സിംഗിൾ ലൈനുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഡബിൾ ലൈനും ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഈ കടല് പോലെ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇത് ഒരു ഡാമിൻ്റെ റിസർവോയറാണ്. അൽമാട്ടി ഡാം എന്നാണ് ഈ ഡാം. അൽമാട്ടി എത്താറായി നമ്മൾ. അപ്പോൾ അൽമാട്ടി ഡാമിൻ്റെ റിസർവോയറാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നല്ല നീണ്ടു നിവർന്ന് കിടക്കുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ടിൽ കൂടെ ഒക്കെ പോകുന്നത് കേട്ടോ. വലിയൊരു മലയിടക്കിനിടയ്ക്ക് കൂടെ ഈ ട്രാക്കൊക്കെ പോകുന്നത് ഇവിടെ. ഇതാണ് അൽമാട്ടി സ്റ്റേഷൻ. ഇത് പേരൊന്നും ഇല്ല ഇവിടെ. അൽമാട്ടി എന്നാണോ അൽമട്ടി എന്നാണോ അറിയത്തില്ല കേട്ടോ. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയത്തില്ല. അൽമാട്ടി എന്നാന്ന് തോന്നുന്നു. അപ്പോൾ അൽമാട്ടി സ്റ്റേഷനിൽ നമ്മളെത്തി. രാവിലെ നമ്മൾ ഗോൽഗുംബസിന് ഇവിടെ തൊട്ട് അങ്ങോട്ട് കാണിച്ചത്. ഇനിയിപ്പോൾ അടുത്തത് ബാഗൽകോട്ടാണ് കേട്ടോ. ബാഗൽകോട്ടൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. അൽമാട്ടി സ്റ്റേഷൻ കഴിയുമ്പോൾ തന്നെ അൽമാട്ടി ഡാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. റൈറ്റ് സൈഡിലായിട്ട് ആ കാണുന്നതാണ് ഡാമേ. ആ ഡാമിൻ്റെ റിസർവോയറാണ് അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ചുറ്റി വന്നത്. എനിക്ക് നല്ല വലിയൊരു ഡാമാണ്, വലിയൊരു നദിയുമാണ് കേട്ടോ. കൃഷ്ണ നദിയാണ്. അപ്പോൾ കൃഷ്ണ നദിയാണ് ആ അൽമാട്ടി ഡാം ഇരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴേ റൈറ്റ് സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു നദി കാണാൻ പറ്റും. ഘടപ്രഭ എന്നാണ് ഒരു നദിയുടെ പേര്. നല്ല വീതിയിൽ ഒരുപാട് സ്ഥലമുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഈ ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം പോലെ അല്ലേ.
വിജയപുരം കഴിഞ്ഞാൽ പിന്നെയുള്ള മെയിൻ ഒരു ടൗണാണ് ഈ ബാഗൽകോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബാഗൽകോട്ട് നമ്മളിപ്പോൾ എത്തി. ഈ മൈസൂരിൽ നിന്ന് ബാഗൽകോട്ടിലേക്ക് ആന്ധ്ര വഴി ഒരു ട്രെയിൻ ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ട്രെയിനാണ് ബസവ എക്സ്പ്രസ്. ബസവ എക്സ്പ്രസ് ഈ ബാഗൽകോട്ട് വഴിയാണ് സർവീസ് നടത്തുന്നത് കേട്ടോ. ഈ സ്റ്റേഷനിലൊന്നും മര്യാദയ്ക്ക് ഇലക്ട്രിക് പോൾ പോലും വന്നിട്ടില്ല കേട്ടോ. നമ്മളുള്ള പ്ലാറ്റ്ഫോമിൽ പോൾ പോലും ഇല്ല. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ മാത്രമുള്ള ലൈൻ കേട്ടോ. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലൈൻ പോലും ഇല്ല. വിജയപുരം വരെയുള്ള ഒരു മെയിൻ സ്റ്റേഷൻ, വലിയ സ്റ്റേഷനാണ് കേട്ടോ ബാഗൽകോട്ട് എന്ന് പറഞ്ഞാൽ കേട്ടോ. വലിയ ബിൽഡിംഗ് ആണ്. എനിക്ക് നല്ല ആളുണ്ട് കയറാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർ ബാളം വെച്ചോണ്ടൊക്കെ കയറിയിട്ടുണ്ട്. എന്താവോ എന്തോ. ഈ വണ്ടിയുടെ നമ്പർ 07377 ആണ്. 0 വെച്ച് തുടങ്ങുന്നത്. സ്പെഷ്യൽ ട്രെയിൻ നമ്പറെല്ലാം 0 വെച്ച് തുടങ്ങുന്നത് കേട്ടോ. ബാഗൽകോട്ട് എത്തി ഒരു ആള് കയറി 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് വിട്ടു കേട്ടോ. ഇത് ഹോസ്പേട്ടിൽ നിന്ന് മുംബൈ CSMTക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആണ്. ഇതിന് ഒരു ഡീസൽ ലോക്കാണ് കല്യാണിന്റെ WD-4D. അപ്പോൾ ഈ വണ്ടിയാണ് മറ്റേ മുംബൈയിൽ നിന്ന് കോലാർപൂർക്ക് പോകുന്ന ഒരു ഭയങ്കര ഫേമസ് വണ്ടിയുണ്ട്, കൊയ്ന എന്ന് പറഞ്ഞത്. ആ കൊയ്ന എക്സ്പ്രസിന്റെ റേറ്റ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണിത്, ഹോസ്പേട്ട് മുംബൈ. അടുത്ത സ്റ്റോപ്പിലത്തെ ഗുലിഡ റോഡ് എന്ന് പറഞ്ഞേ. അപ്പോൾ ഇവിടെ ഒരു റെയർ കോംബോ ഉണ്ടോ, കല്യാണിന്റെ WDG4 ടിൻസും പിന്നെ ഒരു WAG12 ലോക്കോയും കൂടെ പോകുന്ന ഒരു ബോക്സിന് ഫ്ലൈറ്റാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ. എനിക്കത് ഇലക്ട്രിഫൈഡ് റൂട്ട് വരെ G12 കൊണ്ടുവന്നതായിരിക്കും. പിന്നെ അവിടെ നിന്ന് ഈ കല്യാണിൻ്റെ DG4 കയറിയായിരിക്കും കേട്ടോ. ഭയങ്കര റെയർ കോംബോ അല്ലേ, അടിപൊളി. നമ്മുടെ വിജയപുരം മംഗലാപുരം സ്പെഷ്യൽ ഇപ്പോൾ ബദാമി എന്നൊരു സ്റ്റേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബദാമി എന്നൊരു ഈ ഒരു സ്ഥലം ശരിക്കും ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. പറയാം എന്താണെന്ന്. ഈ ബദാമിയിലെ ഇവിടെ ഈ നമ്മുടെ അജന്ത എല്ലോറ കേവ്സ് പോലെ ഇവിടെ കുറേ കേവ് ടെമ്പിൾസ് ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ് കാണാൻ വേണ്ടി. ഞാൻ പോയിട്ടില്ല. അത് ഈ കുറച്ച് ഉള്ളിലായിട്ടാണ് ഈ ഏരിയ ഉള്ളത്. എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രെയിൻ മാർഗം എത്തിപ്പെടാമെങ്കിൽ ഇത്ര ചെറിയൊരു ഗ്രാമം പോലാണ്. ബദാമി കേവ് ടെമ്പിൾസ് ഭയങ്കര ഫേമസ് ആണ്. ആർക്കിയോളജിക്കൽ സൈറ്റാണത്. നല്ല നല്ല ഭംഗിയുള്ള നല്ല നല്ല അടിപൊളി വർക്ക് പോലെ ചെയ്തിട്ടുള്ള ഈ നമ്മുടെ അജന്ത എല്ലോറ കണ്ടില്ലേ, അതേപോലത്തെ ഒരു കുറേ കേവ് ടെമ്പിൾസ് ഉണ്ട് ഇവിടെ. അതാണ് ഈ ബദാമി എന്ന സ്ഥലം ഭയങ്കര ഫേമസ് ആയത്. അപ്പോൾ ഈ ബദാമി നമ്മളെ വണ്ടി ഇപ്പം മുന്നോട്ട് പോവുകയാണ്. ഇപ്പം കടക് ജംഗ്ഷനാണ് അടുത്ത മെയിൻ സ്റ്റോപ്പ് കേട്ടോ. അവിടെ നമ്മൾ വണ്ടിക്ക് ലോക്കോ റിവേഴ്സിലുണ്ട്. ഈ കടകും ഉണ്ട് ഹൂബ്ലിയിലുണ്ട്, രണ്ടിടത്ത് ലോക്കോ റിവേഴ്സിലുണ്ട് ഈ വണ്ടിക്ക്. ഈ കടക് ജംഗ്ഷൻ എത്തുന്നതിന് ഒരു 2 സ്റ്റോപ്പ് മുമ്പാണ് ഈ ഹോലയാലൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ കേട്ടോ. ഹോലയാലൂർ കഴിഞ്ഞാൽ പിന്നെ മല്ലാപ്പൂർ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ കടക് ജംഗ്ഷൻ വരുന്നത്. ശ്രദ്ധിച്ചൊരു കാര്യമേ, എവിടെ നിർത്തിയാലും പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. ആള് കയറി 1 മിനിറ്റ് പോലും ആകത്തില്ല, ഞാൻ എടുത്തുകൊണ്ട് പോകും. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ. കുറച്ച് ആളായിട്ട് പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകും. ആദ്യം നേരെ നിർത്തത്ത് പോലും ഇല്ല. പക്ഷെ വണ്ടി ഡിലേ ഉണ്ട്, കാരണം ഈ റൂട്ട് വലിയ സ്പീഡില്ലാത്ത റൂട്ടാണ്. പലയിടത്തും സ്പീഡ് സ്റ്റേഷൻ ഉണ്ട്. ഈ ഡബിളിങ് പണി നടക്കുന്നതുകൊണ്ട് ട്രെയിൻ വളരെ പയ്യാണ് പലയിടത്തും പോകുന്നത്. ഈ ഒരു സ്പീഡാണ് പല സെക്ഷനിലും കേട്ടോ. വളരെ പയ്യാണ് പോകുന്നത്. ഡബിൾ ലൈൻ ആണെങ്കിലും സ്പീഡ് ഭയങ്കര കുറവാണ് കേട്ടോ. എനിക്കൊന്ന് അതാണ് തോന്നുന്നു ഇത്രയും ടൈം എടുക്കുന്നത്. കടകിന് മുമ്പുള്ള സ്റ്റോപ്പെത്തി നമ്മൾ മല്ലാപ്പൂർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം നല്ല ടൈം കൊടുത്തിട്ടുണ്ട്. കുറച്ച് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇവിടെ കടക് എത്താൻ വേണ്ടി. അവിടെ ലോക്കൽ റിവേഴ്സ് ഉള്ളതുകൊണ്ട്
കുറച്ച് സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട് അവിടെ. നമ്മൾ അരമണിക്കൂർ ലേറ്റായിട്ട് ഇവിടെ എത്തിയത്. ഇവിടെ നിന്ന് ഇനി 30 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂറാണ് ഇനി റണ്ണിങ് ടൈം. അരമണിക്കൂറിൽ ഇപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് 1.5 മണിക്കൂറായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇനി 1 മണിക്കൂറാണ് 30 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട്. ഇത്രയും വേണ്ടായിരിക്കും. നമ്മൾ ഈ ഗോൾഡൻ അവർ എന്നൊക്കെ പറയത്തില്ലേ, ആ ഗോൾഡൻ അവറിൽ കൂടെ ട്രെയിൻ പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഗോൾഡൻ അവറിൽ കൂടെ ഇങ്ങനെ ഈ ട്രെയിൻ പോകുമ്പോൾ നല്ല സ്വർണ്ണ കളറിലെ ട്രെയിൻ ഇരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ലൈറ്റിങ്. ഇത് കണ്ടോ, പാരലൽ റണ്ണ് കണ്ടോ, അത് ഹൂബ്ലി ഭാഗത്തുനിന്ന് വരുന്ന ലൈനാണേ. അപ്പം ആ ഹൂബ്ലി ഭാഗത്തുനിന്ന് വരുന്ന ലൈനും നമ്മുടെ ലൈനും കൂടെ ഇവിടെ ഘടക ജംഗ്ഷൻ എത്താറേ എപ്പോഴേക്കും മീറ്റ് ചെയ്യുക കേട്ടോ. ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നുണ്ട് പാരലായിട്ട്. കടക്കടക്ക് ശബ്ദമായിട്ടാക്കിയിട്ട് അടിപൊളിയല്ലേ. നമ്മളങ്ങനെ 32 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചിട്ട് ഇവിടെ ഘടക ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. 7:20 എത്തേണ്ടാണ്. 6:48 ആയപ്പോഴേ എത്തി. 7:30 ഈ വണ്ടി വിടത്തുള്ളൂ കേട്ടോ. അതായത് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഇനി നമ്മുടെ വണ്ടി ഇവിടെ കിടക്കും. ലോക്കോ റിവേഴ്സിലുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ കണ്ട ലൈനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ലോക്കോ തിരിച്ച് മുന്നിൽ കൊണ്ടുവരും. സമയം എടുക്കും. അപ്പോൾ ഈ ഘടക ജംഗ്ഷനിൽ നേരെ പോയാൽ നമുക്ക് ഹംപി പോകാൻ പറ്റും. ഹൊസ്പേട്ട് ബെല്ലാരിയൊക്കെ പോകണമെങ്കിൽ ഇവിടെ നേരെ പോയാൽ മതി കേട്ടോ. നമ്മൾ ഒരെണ്ണം പോയിട്ടുണ്ട്. നമ്മൾ സിന്തന്നൂർ എന്നല്ല, നമ്മൾ കാരട്ടകിന സ്ഥലത്ത് നിന്ന് കൂബിളി പോകാനെടുത്ത് ഘടക ജംഗ്ഷൻ വരെ പോയത്. നമ്മുടെ ലോക്കോ കണ്ട് തിരിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആദ്യത്തെ ലോക്കോ റിവേഴ്സിലാണ്. രണ്ടാമത്തെ ഉള്ള കൂബിളി വെച്ചിട്ടാണ് കേട്ടോ. ഈ വരുന്ന വണ്ടിയെ സിന്തന്നൂർ പോകുന്ന വണ്ടിയാണ്. ഈ ഹൂബ്ലിന്ന് സിന്തന്നൂർക്ക് പോകുന്നൊരു സാധാരണ ഒരു പാസഞ്ചർ ട്രെയിൻ കേട്ടോ. WDP4 ആണ് ഇതിൻ്റെ ലോക്കോ. സിന്തന്നൂരുണ്ടല്ലോ, നമ്മളന്ന് കാരട്ടയ്ക്ക് പോയി ഓർമ്മയുണ്ടോ? കാരട്ടയ്ക്ക് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ് സിന്തന്നൂർ എന്ന് പറയുന്നത്. അപ്പോൾ സിന്തന്നൂർ വരെ ഇപ്പോൾ ട്രെയിൻ ഓടുന്നുണ്ട്. അത് ശരിക്കും ഫുള്ള് ഈ ഇലക്ട്രിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത സാധാരണ റൂട്ടാണ് കേട്ടോ. അവിടെ നിന്ന് ഈ റായ്ചൂറിലേക്കുള്ള ലൈൻ പണിയുക. അപ്പോൾ ആ റായ്ചൂർ ലൈൻ പണിയുന്നതിൽ ഒരു ഇപ്പോഴത്തെ അവസാനത്തെ സ്റ്റേഷനാണ് ഈ സിന്തന്നൂർ എന്ന് പറയുന്നത്. ഗൈസ്, ഈ വരുന്ന വണ്ടി ഏതാണെന്ന് അറിയാം. ഇത് കർണാടക സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് ആണ്. ലാലാഗുഡയുടെ ഒരു WAP7 ആയിട്ട്. ഇത് മറ്റേ ആ ബെല്ലാരി ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ ഇപ്പം ഹൂബ്ലി പോയിട്ട് അവിടെ നിന്ന് നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെ നേരെ യശ്വന്ത്പൂർ പോകും കേട്ടോ. ഇത് വെളുപ്പിന് യശ്വന്ത്പൂർ എത്തി വണ്ടി. അപ്പോൾ കൃത്യസമയത്തിന് തന്നെ നമ്മുടെ ലോക്കോ റിവേഴ്സിലൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഘടക ജംഗ്ഷനിൽ പുറപ്പെട്ടു കേട്ടോ. ഇനി ഹൂബ്ലി എത്താൻ ഇവിടുത്തെ കുറച്ചേ ഉള്ളൂ. ഹൂബ്ലി എത്താൻ വേണ്ടി ഹൂബ്ലിയിലുണ്ട് ലോക്കോ റിവേഴ്സിൽ. ഹൂബ്ലിക്ക് മുന്നേ അന്നിഗേരി എന്ന സ്ഥലത്ത് സ്റ്റോപ്പുണ്ട്. ഹുബ്ബള്ളി എത്തുന്നതിന് മുമ്പുള്ള അടുത്ത സ്റ്റോപ്പായി അന്നിഗേരി എന്ന സ്ഥലത്തെത്തിയേ. ഇനിയിപ്പോൾ അടുത്തത് ഹുബ്ബള്ളിയാണ്. ഇപ്പോൾ സമയം എത്ര വെച്ചാൽ 7:50 എങ്ങാണ്ട് ആയതേ ഉള്ളൂ. പക്ഷേ ഇനി 1 മണിക്കൂർ 10 മിനിറ്റ് ഉണ്ട് സമയം. അത്ര 30 താഴെ കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. 30 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പം ഹൂബ്ലി എത്തുമ്പോഴും സ്ലാക്ക് ഉണ്ട്. നമ്മൾ ഹൂബ്ലി നേരത്തെ എത്തും മിക്കവാറും. വീണ്ടും ഒരു 10-15 മിനിറ്റ് നേരത്തെ നമ്മൾ കണ്ട് ഹുബ്ബള്ളി ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 8:42 ഇപ്പോൾ സമയം. 9 മണിയാണ് അവിടെ എത്തേണ്ട സമയം. നമ്മുടെ വണ്ടി കയറിയിരിക്കുന്നത് ഇവിടെ എന്തോ ടെർമിനലോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞുണ്ട് കേട്ടോ. ഈ ഹുബ്ബള്ളി സ്റ്റേഷനിൽ നമ്മളെന്താ കണ്ടതാണ്. അപ്പം മറ്റേ പാസഞ്ചർ ട്രെയിനൊക്കെ നിർത്തുന്ന എന്തോ ടെർമിനലുണ്ട്. അവിടെ എന്തോ നമ്മളെ വണ്ടി കയറ്റി കേട്ടോ. ഇത് മെയിൻ ടെർമിനലൊന്നും അല്ല. ഇത് പ്ലാറ്റ്ഫോം 6 കേട്ടോ. പ്ലാറ്റ്ഫോം 6-ലാണ് നമ്മുടെ മംഗലാപുരം സ്പെഷ്യലിനെ കയറ്റിയത്. ഇത് ഹുബ്ബള്ളി ആയതുകൊണ്ട് നമ്മളിവിടെ വരുന്ന ഈ ലോക്കോ തന്നെയാണോ സെയിം ഇട്ടം വിടുന്നത് അറിയത്തില്ല. കാരണം വരാൻ നേരത്തെ അപ്പുറത്തെ ലോക്കോ റെഡി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 1/4 മണിക്കൂർ ബിഫോർ ടൈം 9 വണ്ടി എടുത്തുള്ളൂ. ഇപ്പോൾ 8:50 ആയതേ ഉള്ളൂ. അവിടെ വീണ്ടും പോസ്റ്റ് കേട്ടോ. ഗൈസ്, ഒരു ടൂറിസ്റ്റ് ട്രെയിൻ പോകുന്നുണ്ടോ. ഇത് കന്യാകുമാരിയിൽ നിന്ന് ബെൽഗാവിക്ക് പോകുന്നൊരു ടൂറിസ്റ്റ് ട്രെയിനാണ്. മറ്റേ ഭാരത് ഗൗരവ് എന്ന് പറയത്തില്ലേ, ആ സംഭവമാണ് കേട്ടോ. അതാ പോകുന്നത്. അതിവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കന്യാകുമാരി ബെൽഗാവി എന്നൊക്കെ പറഞ്ഞ് കന്യാകുമാരിയിൽ നിന്ന് വിട്ട വണ്ടിയാണ് കേട്ടോ, ടൂറിസ്റ്റ് ട്രെയിൻ. ഞാൻ സൊമാറ്റോ വഴി ഒരു മാഗി ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. വലിയ കവർ, അതെ ബാഗ് എടുത്തത്. അയ്യോ,
ഇവിടെ ഏതൊരു കഫേയിൽ നിന്ന് സൊമാറ്റോ വഴി ഫുഡ് ഓർഡർ ചെയ്തത് രാത്രി കഴിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ലോക്കോ മാറി. ഇത്രയും നേരം വന്ന ലോക്കോ അല്ല, ഇപ്പോൾ വേറൊരു അടിപൊളി ലോക്കോ ആണ്, ഫ്രഷ് ലോക്കോ ആണ്. ഹൂബ്ലി ഷെഡിന് ഒരു WD-40 തന്നെയാണ്. 40-466 ലോക്കോയുടെ നമ്പർ കേട്ടോ. ഇതും AB ഫിറ്റഡ് ആണ്. നല്ല നീല കളറിലിരിക്കുന്ന ഒരു ലോക്കോ കേട്ടോ. കൊള്ളാമല്ലേ? ഞാൻ പറഞ്ഞില്ല, ഇവിടെ ലോക്കോ അപ്പുറത്ത് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ലോക്കോ മാറ്റി വിടുന്നത്. കാരണം ഇഷ്ടംപോലെ ലോക്കോ ഉണ്ടെങ്കിൽ പിന്നെ എന്താ വേണം, മാറ്റാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഈയിടെ കണ്ട് പെയിന്റ് അടിച്ചിറക്കിയ സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, കൊള്ളാമല്ലേ? നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ AC ഒഴിച്ച് ബാക്കിയെല്ലാം ഫുള്ളാണ്. AC മിക്കവാറും കറണ്ട് ബുക്കിങ്ങിലൊക്കെ കുറേ പേര് കയറി കാണും. എന്നാൽ പിന്നെ ഈ വണ്ടി ഇവർക്ക് പെർമനന്റ് ആക്കിക്കൂടെ അല്ലേ? നല്ലൊരു സർവീസാണ്. ഇത് ആലു മാഗി എന്ന് പറഞ്ഞ സാധനം മേടിച്ചാണ്. ആലു ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കിഴങ്ങിട്ട മാഗിയൊക്കെ രാത്രിയുടെ കഴിക്കുന്നത്. എങ്ങനെയുണ്ടോ കഴിച്ചു നോക്കട്ടെ. കൊള്ളാം കേട്ടോ, നൈസ്. അനിന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലുണ്ടാക്കുമ്പോൾ. 2 മിനിറ്റ് ലേറ്റേ ഉള്ളൂ. 2 മിനിറ്റ് ലേറ്റായിട്ട് നമ്മുടെ മംഗലാപുരം സ്പെഷ്യൽ ഇവിടുന്ന് പുറപ്പെട്ടെ. പുതിയ ലോകമൊക്കെ പഠിപ്പിച്ചിട്ട് ശ്രീ സിദ്ധരൂത സ്വാമിജി ഹുബ്ബള്ളി ജംഗ്ഷൻ എന്നാണ് ശരിക്കും ഈ സ്റ്റേഷൻ്റെ പേര്. ഗൈസ്, നട്ടപ്പാതിരിയാവുന്ന എല്ലാവരും കിടന്ന് ഉറങ്ങുവാണ്. ഇവിടെയുള്ള കുറേ പേരെല്ലാവരും സകലേഷ്പൂർ ഇറങ്ങാറുള്ളവരുണ്ട്. അപ്പോൾ അവരെല്ലാം നേരത്തെ കയറി കിടന്നുറങ്ങി. നമ്മളേതോ ഒരു സ്റ്റേഷനിലെത്തി. കൂരിട്ടാണ്. ഇവിടെ അങ്ങ് ലൈറ്റ് പോലും ഇല്ല. ഇവിടെ സ്റ്റേഷനിലൊന്നും കറണ്ടില്ല എന്തോ. യാൽവികിന്നാണ് ഈ ഒരു സ്റ്റേഷന് പേര്. പുറത്താണ് നല്ല കിടിലം മഴയാണ് കേട്ടോ. ഇടിവെട്ടുന്നുണ്ടോ? ഇടിവെട്ട് മഴയും എല്ലാം കൂടെ ആണ് കേട്ടോ. നല്ല ഇടി വെട്ടുന്നുണ്ട്. നല്ല കിടിലം മഴ ഇപ്പോൾ പെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒന്നും കാണത്തില്ല രാത്രി. എന്തോ കാണാൻ ഒന്നും കാണത്തില്ല.